പൈനാപ്പിൾ വിളവെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിച്ചു തരുന്നത്. അതാ കണ്ടോ, എൻ്റെ ഒരു പൈനാപ്പിൾ നന്നായി മൂത്ത് പഴുത്തിട്ട് അത് കാറ്റിലും മഴയിലും പെട്ടിട്ട് താഴേക്ക് ചാഞ്ഞു വീണിരിക്കുകയാണ് കേട്ടോ. ഒടിഞ്ഞിട്ടില്ല, ചാഞ്ഞു വീണിട്ടേ ഉള്ളൂ. അപ്പൊ ഞാനിത് ഇന്ന് വിളവെടുക്കുകയാണ് കേട്ടോ. ഒരുവിധം പഴുത്ത് വന്നിട്ടേ ഉള്ളൂ. ഒരു ദിവസം കൂടി പഴുക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല മഞ്ഞ നിറമായിട്ടില്ല, ചില ഭാഗങ്ങളിലൊക്കെ പച്ചപ്പുണ്ട്. എന്നാലും ഞാൻ ഇന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഇതിന്റെ തൈകളല്ല ഞാൻ നട്ടത്. ഈ ചെടിയുടെ ഈ പൈനാപ്പിളിന്റെ തലഭാഗത്തുള്ള ആ ഒരു ചെടി പോലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് നട്ടിട്ടാണ് ഇപ്പോൾ പൈനാപ്പിൾ ഉണ്ടായി കിട്ടിയിരിക്കുന്നത്. ഇതിന് നട്ട സമയത്ത് ഞാൻ ഒരു കുഴി എടുത്തിട്ട് അതിന് മുകളിലായിട്ട് കരിയിലകൾ നിറച്ചു കൊടുത്തു. എന്നിട്ട് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഉണക്ക ചാണകപ്പൊടിയും അടിവളമായിട്ട് ഇട്ട് കൊടുത്തു. അതിന് മുകളിൽ മണ്ണിട്ടതിന് ശേഷം അതിന് മുകളിലാണ് കേട്ടോ ഈ പൈനാപ്പിളിന്റെ തലപ്പ് ഞാൻ കൊണ്ടുപോയി വെച്ചത്. അത് 1 വർഷം മുമ്പാണ് കേട്ടോ ഇങ്ങനെ നട്ടത്. ഇപ്പൊ നട്ടിരിക്കുന്നത് തന്നെ നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്ത ഭാഗമുണ്ട്. പറമ്പിന്റെ ഏറ്റവും പുറകിലുള്ള മൂലയില് മതിലിനോട് ചേർന്നുള്ള ഭാഗത്തൊക്കെയാണ് നട്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഒരു 4-5 കടകളുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ എല്ലാം തിങ്ങി നിറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം വിളവെടുത്തതിന് ശേഷം വേരോടെ പറിച്ചു കളയാണ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇത് 3 എണ്ണം, ഇനി പഴങ്ങൾ ഉണ്ടാകാനുള്ളത് 3 എണ്ണം നിർത്തിയിരുന്നു. അപ്പൊ അതിൽ ഒരെണ്ണമാണ് ഇപ്പൊ പൈനാപ്പിൾ പഴം ഉണ്ടായി എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ മുകളിലെ തലപ്പാണ് ഞാൻ നട്ടത്. നമ്മൾ രാസവളങ്ങളൊന്നും ചേർക്കാതെ തന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ നട്ട് അതിന് ഒരു പഴങ്ങളെല്ലാം ഉണ്ടായി കിട്ടുമ്പോൾ വളരെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അതിന്. പിന്നെ നിങ്ങൾക്ക് നടാനായിട്ട് സ്ഥലം ഇല്ലെങ്കിൽ ചാക്കോ ചട്ടിയോ ഗ്രോ ബാഗോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ടെറസിന്റെ മുകളിലായാലും നടാവുന്നതാണ്.